കോഴിക്കോട് കടപ്പുറത്ത് നടക്കുന്ന UDF മഹാറാലിയിൽ പങ്കെടുക്കാനെത്തിയ പ്രവർത്തകർക്ക് വിതരണം ചെയ്ത തുപ്പിയിൽ രാഹുൽ ഗാന്ധിയുടെയും ചെന്നിത്തലയുടെയും ചിത്രങ്ങൾ. ചില പ്രവർത്തകർ തുപ്പിയിൽ നിന്ന് ചെന്നിത്തലയുടെ ചിത്രം കീറിക്കളഞ്ഞു. കോഴിക്കോട് നഗരത്തിൽ ചെന്നിത്തലയുടെയും രാഹുൽ ഗാന്ധിയുടെയും ഫ്ലെക്സുകൾ ഉയർന്നിരുന്നു. UDFന്റെ മഹാറാലിക്ക് അല്പസമയത്തിനകം തുടക്കമാകും. ബെൻസൺ ബാബു ചേരുന്ന വിവരങ്ങളുമായി. ബെൻസൺ, UDF ജയിച്ചാൽ കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ ആരാകും മുഖ്യമന്ത്രി എന്നൊരു തരത്തിലുള്ള ചർച്ചകൾ സജീവമായിരിക്കുകയാണ്. ഇപ്പോൾ തുപ്പികളിൽ ചെന്നിത്തല പ്രത്യക്ഷപ്പെട്ടത്, അതിന് പിന്നാലെ ഇപ്പോൾ ചെന്നിത്തലയുടെ ചിത്രങ്ങൾ കീറിയതും മറ്റൊരു ചർച്ചയ്ക്കിടയാക്കുകയാണല്ലേ? അതെ, സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ UDFന്റെ മഹാറാലി തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഔദ്യോഗികമായിട്ടുള്ള തുടക്കം കുറിക്കാനാണ് ഇപ്പോൾ കോഴിക്കോട് കടപ്പുറത്ത് ഇത്തരത്തിൽ മഹാറാലി ഇന്ന് നടക്കുന്നത്. അത് രാഹുൽ ഗാന്ധി ആയിരുന്നു ഇത് ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ ചില കാരണങ്ങൾ അദ്ദേഹത്തിന് വരാൻ സാധിച്ചില്ല. പകരം മല്ലികാർജ്ജുൻ ഖാർഗെയും അതോടൊപ്പം തന്നെ രേവന്ത് റെഡ്ഡി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളാണ് ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കാനായിട്ട് ഇവിടേക്ക് എത്തിച്ചേരുക. ഇപ്പോൾ തന്നെ നിരവധി ആളുകൾ ഇവിടേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് നമുക്ക് കാണാം. ഈ ഒരു മഹാറാലിയുടെ ഭാഗമാകാനായി കോഴിക്കോട് ജില്ലയുടെ എന്ന് മാത്രമല്ല കോഴിക്കോട്, മലപ്പുറം, വയനാട് ജില്ലകളുടെ പ്രചാരണത്തിന്റെ തുടക്കമാണ് ഇന്നിപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് നിരവധി ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഒരുപാട് ആളുകളുണ്ട്. ചേട്ടാ, എവിടുന്നാണ്? മലപ്പുറത്തുനിന്നാണ് വന്നേക്കുന്നത്. കുറെ നേരമായോ വന്നിട്ട്? 4 മണിക്ക് വന്നു. രാഹുൽ ഗാന്ധി വരില്ല എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇല്ല, വരുന്നാണല്ലേ പറയുന്നത്. രാഹുൽ ഗാന്ധിക്ക് പകരം മല്ലികാർജ്ജുൻ ഖാർഗെയൊക്കെയാണ് വരുന്നത്. സോണിയാഗാന്ധിക്ക് വയ്യാത്തതുകൊണ്ട് രാഹുൽ ഗാന്ധി എത്തില്ല എന്ന് അറിയിച്ചിട്ടുള്ളത്. ശരി, ബെൻസൺ ബാബു ആണ് കോഴിക്കോട് നിന്നും വിവരങ്ങൾ നൽകിയത്.